യജമാനനെ, ഞാൻ അങ്ങയെ പിതാവായി കണ്ടുപോയി, അങ്ങയെ ഉപേക്ഷിച്ച് എനിക്ക് പോകാൻ വയ്യേ എന്ന് പറയുന്ന ഉടമകളെ, അടിമകളായിരുന്ന ഉടമകളായവരെ അന്നത്തെ സമ്പ്രദായത്തിൽ ചെയ്യുന്ന ഒരു രീതിയാണ് ചുട്ടുപഴുപ്പിച്ച ഒരു ലോഹത്തകിട് തോളിലോ ശരീരത്തെ എവിടെയെങ്കിലുമോ ഇതാ ചുട്ടുപഴുപ്പിച്ച ഒരു ലോഹത്തകിട് വെച്ചൊരു കറക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ അച്ചുകുത്തിയ പാട് കാണുമ്പം ഒരു കാര്യം ഓർക്കാം, യജമാനനെ വിട്ടുപിരിയാൻ ഇഷ്ടമില്ലാത്ത, യജമാനനെ ഇനിമേൽ പിരിയേലാത്ത ഒരടിമയാണ് ഇവൻ എന്നതിൻ്റെതാണ് ഈ പാട്. ഈ പാടിനെ അന്ന് അവർ വിളിച്ചുകൊണ്ടിരുന്നത് ചൂടടയാളം എന്നാണ്. ഇനി ആ വാക്യം വായിച്ചാട്ടെ. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. നേരത്തെ പ്രയാസമുണ്ട്. വരുന്നവനും പോകുന്നവനും ഒക്കെ അടിക്കാം, വരുന്നവനും പോകുന്നവനും ഒക്കെ ഉപദ്രവിക്കാം. കാരണം ലേബൽ അടിമയെന്ന. പക്ഷെ ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. എന്തുകൊണ്ട്? അടുത്ത വാക്ക്, യേശുവിന്റെ ചൂടടയാളം, യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു, എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഇനി വല്ലവനും കയറി നിരങ്ങാനുള്ളതല്ല ഈ ശരീരം. ഇതിനെ ഒരുത്തൻ വിലക്ക് വാങ്ങിയിരിക്കുന്നു. ഇത് വേറൊരാളുടെ ഉടമസ്ഥതയുടെ കീഴിലാ. അതിന്റെ അടയാളമാ ഈ തോളിൽ പതിപ്പിച്ചിരിക്കുന്ന ചൂടടയാളം. ഒന്ന് പറഞ്ഞ്, ചൂടടയാളം. അടുത്തിരിക്കുന്നവരോട് പറ, ചൂടുള്ള ഒരടയാളം. ഓ, ഉറക്കെ പറ, ചൂടുള്ള ഒരടയാളം. ഈ ചൂടുള്ള അടയാളം വീണ അടിമയെ വല്ലവനും കരയിലിട്ട് തല്ലിയാവുണ്ടല്ലോ, ഈ വിലക്ക് വാങ്ങിയവൻ വന്ന് ആ തല്ലുന്നവനെ പുറത്താക്കിയിട്ട് ഇവനെ തിരിച്ചു പിടിക്കും. അതിൻ്റെ മാർക്കാണ് ഈ ചൂടടയാളം വീണാനുള്ള പ്രത്യേകത അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. ഇനി ആർക്കും പ്രയാസം വരുത്താൻ കഴിയത്തില്ല. അതിൻ്റെ അടയാളമാ ഈ ചൂടടയാളം. ഇവിടുത്തെ ഉടമസ്ഥൻ യേശുവാണ്, ഇവിടുത്തെ അടിമ ഞാനാണ്. യേശു പിതാവായ ദൈവത്തിന് ഞാൻ ദാസനായിരുന്നു. എന്നെ ദാസ്യത്വത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവൻ സ്വതന്ത്രനാക്കി. എന്നോട് ചോദിച്ചു, നിനക്ക് വിട്ടുപിരിയണോ? ഞാൻ പറഞ്ഞു, പ്രാണപ്രിയ, നിന്നെ പിരിഞ്ഞിട്ടൊരു ജീവിതമില്ല എനിക്ക്, നിന്നെ പിരിഞ്ഞിട്ടൊരു ജീവിതമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തൻ്റെ ചൂടിൻ്റെ അടയാളം എൻ്റെ മേൽ വെച്ചിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവൻ എൻ്റെ ജീവൻ, നിന്റെ ആരോഗ്യം എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത് നിന്റെ സമ്പത്ത്. ഇനി ആർക്കും ഒരു പ്രയാസവും നിനക്ക് വരുത്താൻ കഴിയുകയില്ല. കരമടിച്ച് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തേ, കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുത്തേ. ഇന്ന് ഞാനിത് പറയുമ്പോൾ തന്നെ ഈ ചൂടടയാളം വീണവർക്കായി സ്തോത്രം ചെയ്യുന്നു. ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഓ ജീസസ്, ഹല്ലേലൂയ. വ്യക്തമായിട്ട് കർത്താവ് പറയുന്നു, വലത്ത് 1000 പേര് കൂടിയേക്കാം, ഇടത്ത് 10,000 പേര് കൂടിയേക്കാം. 10,000 പേരുടെ ഉദ്ദേശം നിന്നെ തകർക്കുക എന്നുള്ളതായിരിക്കാം. പക്ഷെ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറ, നോക്കിയിരുന്നേച്ചാ മതി. ചൂടടയാളം വീഴുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഒരു പക്ഷെ പറ്റിയനെ. ഇനി ആർക്കും പറഞ്ഞു മകനാകട്ടെ, അപ്പനാകട്ടെ, വീട്ടുകാരാകട്ടെ, ആർക്കും ഒരു പ്രയാസവും എനിക്ക് വരുത്താൻ കഴിയുകയില്ല. യേശുവിന്റെ ചൂടടയാളം ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഇനി ഇതിൻ്റെ കമ്പാരിസൺ, അതോടെയാണ് ഇതിൻ്റെ കമ്പാരിസൺ ഇവിടെ നടത്തിയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ ഇതിൻ്റെ കമ്പാരിസൺ? സർക്കംസിഷൻ, അതാ പരിച്ഛേദന. ജാതികൾ യഹൂദന്മാർ ചെയ്യുന്നത് കണ്ട് ചെയ്യുമ്പോൾ അതിനെ അഗ്രകർമ്മം എന്ന് വിളിച്ചു. യഹൂദന്മാർ കൽപ്പനയാൽ ചെയ്യുമ്പോൾ അതിനെ പരിച്ഛേദന എന്ന് വിളിച്ചു. ഓക്കെ, പരിച്ഛേദന നടത്തിയവർ പറയുക, ഞങ്ങളുടെ കണ്ടോ പുറമേയുള്ള വ്യത്യസ്തത. ഈ വ്യത്യസ്തത ഉള്ളത് കൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ടവരൊന്നും ഞങ്ങളുടെ അടുക്ക നിൽക്കുകയല്ല. ഏത് വ്യത്യസ്തത ഉള്ളു? പരിച്ഛേദന എന്ന വ്യത്യസ്തത ഉള്ളതുകൊണ്ട് ഞാൻ 8ാം നാളിൽ പരിച്ഛേദന ഏറ്റവനാ. ആദ്യം മൈക്ക് കൊടുത്താൽ അവൻ പറയുന്ന അതായിരിക്കും, 8ാം നാളിൽ പരിച്ഛേദന ഏറ്റവനാ, അതുകൊണ്ട് എൻ്റെ മുമ്പിൽ വലിയ കളിയൊന്നും വേണ്ട. പൗലോസ് പറയുക, ഒരാളുടെ അടുക്കലല്ല മോനെ, എല്ലായിടത്തും ഇനി ആർക്കും ഒരു പ്രയാസവും എനിക്ക് വരുത്താൻ പറ്റത്തില്ല. എന്നാ കാര്യം എന്നറിയോ? അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് കൽപ്പിച്ച് കിട്ടിയ പരിശോധന കൊണ്ടല്ല, ഒരു ചൂടടയാളം എൻ്റെ ശരീരത്തിൽ ഇരിക്കുക. ഒരുത്തൻ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. അടുത്തിരിക്കുന്നവരോട് പറ, ഒരുത്തൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ഹല്ലേലൂയ. ഒരുത്തൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നിങ്ങളെ തൊട്ട വിവരം അറിയും. ഹല്ലേലൂയ. നിങ്ങളെ തൊട്ടാൽ തൊടുന്നവൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, തൊടുന്നവൻ കണ്ണിൻ്റെ കൺമണിയെ തൊടുന്നത്. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നീ അത്രയ്ക്ക് കർത്താവിന് വിലപ്പെട്ടതാ. നിന്നെ വിലയ്ക്ക് വാങ്ങിയത് ഹല്ലേലൂയ പുളിങ്കുരു കൊടുത്തിട്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് നിന്നെ വിലയ്ക്ക്
വാങ്ങിയിരിക്കുക. നന്ദി പറഞ്ഞു യേശുവിന്. ഹല്ലേലൂയ. വിലക്ക് വാങ്ങിയ മുഴുവൻ പേരോടും പറയുക, അടിമച്ചന്തയിലായിരുന്നപ്പോൾ നിനക്ക് ഈ ചൂടടയാളം ഇല്ലായിരുന്നു. അടിമയായിട്ട് ജോലി ചെയ്തപ്പോഴും നിനക്ക് ചൂടടയാളം ഇല്ലായിരുന്നു. പക്ഷെ വിലക്ക് വാങ്ങിയ അന്ന് മുതൽ നിന്റെ മേൽ ഈ ചൂടടയാളം നിൽക്കുക. അതുകൊണ്ട് തന്നെ പൊന്നു മോനെ, ആരെല്ലാം ശ്രമിച്ചാലും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ധൈര്യമായിട്ട് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു, വെല്ലുവിളിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് വലിയ ഭീഷണിയുടെ നടുവിൽ എന്നെ കേൾക്കുന്നവരുണ്ട്. ആരൊക്കെ എന്തൊക്കെയോ ചെയ്യുമെന്ന് ഭയപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. നിസ്സംശയം വിശ്വാസ സൗധത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ ഉയർന്നു എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, അവന്റെ ചൂടടയാളം നിന്റെ മേലുണ്ടോ? ചൂടോടെ അവൻ നിന്റെ അകത്തിരിക്കുക. എത്ര പേരത് കേൾക്കുന്നു എന്നറിയില്ല. ഇത് അവൻ ആ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഗലാത്യലേഖനം 6-ാം അധ്യായം ഒന്ന് പഠിക്കണമേ സഹോദരന്മാരെ. തുടങ്ങിയ 6-ാം അധ്യായം. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും. നോക്ക് നിങ്ങൾ വായിക്കണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. ഈ അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാ? സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. അടുത്ത വാക്യം, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്ഥാനപ്പെടുത്താൻ പോയിട്ട് അതേ പരീക്ഷയിൽ നീ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. വായിച്ചോ വാക്യങ്ങള്. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. അടുത്തത്, തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. ഇങ്ങനെ ക്രിസ്തു യേശുവിന്റെ ന്യായപ്രമാണം നിവർത്തി. ക്രിസ്തുവിന്റെ ന്യായപ്രമാണം ഗലാത്യലേഖനത്തിൽ മാത്രം എടുത്തു പറയുന്ന ഒരു പ്രയോഗമാണ്. ക്രിസ്തുവിന്റെ ന്യായപ്രമാണം ഇങ്ങനെ നിവർത്തിപ്പീൻ. തമ്മിൽ ഭാരം ചുമക്കുന്നതിലൂടെ ഇത് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വരിക. തമ്മിൽ ഭാരം ചുമക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. അടുത്തത്, താൻ അല്പനായിരിക്കെ മഹാനാകുന്നു. താൻ അല്പനായിരിക്കെ ഒരുവൻ മഹാനെന്ന് നിരൂപിച്ചാൽ തന്നെ താൻ വഞ്ചിക്കുന്നു. ഓരോരുത്തൻ താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ, എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുവനെ. കണ്ടോ, പ്രശംസയ വിഷയം. പരിച്ഛേദന എന്ന പ്രശംസയ വിഷയം. പരിച്ഛേദനയിലുള്ള പ്രശംസയ വിഷയം. പരിച്ഛേദനയിൽ പ്രശംസിച്ചു വെച്ചിട്ട് തന്റെ പ്രശംസ മറ്റൊരുവനെ കാണിക്കാതെ തന്നെ അടക്കി വെക്കുമല്ലോ. അടുത്തത്, ഓരോരുത്തൻ താന്റെ ചുമട് ചുമക്കുമല്ലോ. ഓരോരുത്തൻ താന്റെ ചുമട് ചുമക്കട്ടെ. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാം നന്മയിലും ഓഹരി കൊടുക്കണം. എവിടുന്ന ഗ്രേസ് കമ്മ്യൂണിറ്റിക്ക് ഓഹരിയുടെ ഉപദേശം? വചനം പഠിപ്പിക്കുന്നവൻ എല്ലാം നന്മയിലും ഓഹരി കൊടുക്കണം. വഞ്ചനപ്പെടാതിരിപ്പീൻ. ദൈവത്തെ പരീക്ഷിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നവനെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശത്തെ കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് ചെയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുവിൻ. നോക്കുവിൻ, ഇത്ര വലിയ അക്ഷരമായി ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ട് എഴുതിയിരിക്കുന്നു. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവനൊക്കെയും ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കേണ്ടതിന് പരിച്ഛേദന ഏൽക്കാൻ നിർബന്ധിക്കുന്നു. പരിച്ഛേദനക്കാർ തന്നെയോ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നില്ലോ. പരിച്ഛേദനയല്ല അഗ്രചർമ്മമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഈ പ്രമാണം ആചരിക്കുന്ന ഏവനും ക്രിസ്തുയേശുവിൻ്റെ ഇസ്രായേലിനും കരുണയും സമാധാനവും കൃപയും ഉണ്ടാകുമാറാകട്ടെ. എന്നാ പറഞ്ഞതിൻ്റെ ആശയം ഒന്നേ ഉള്ളൂ. പരിച്ഛേദനയുടെ വിഷയം യേശുവാ. ഹല്ലേലൂയ. അന്ന് അവർക്ക് ശരീരത്തിലുണ്ടായിരുന്ന മാർക്ക്, അതേ മാർക്ക് തന്നെ ഇന്ന് നിങ്ങൾക്ക് യേശുവിലൂടെ ലഭിച്ചിരിക്കുക. പ്രശംസിക്കുന്നുണ്ട്. അന്ന് പരിച്ഛേദനെ പ്രശംസിച്ച പോലെ തന്നെ ഇന്ന് പ്രശംസിപ്പാനുള്ള മാർഗമാണ് എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ. ഒന്ന് പറഞ്ഞേ, എനിക്കോ നമ്മുടെ കർത്താവായ, വായി തുറന്ന് പറ, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എന്തുകൊണ്ടാണ് ഞാൻ ക്രൂശിൽ പ്രശംസിക്കുന്നത്? അവനാ ലോകം എനിക്കും, പറഞ്ഞേ, ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ലോകം എൻ്റെ മുമ്പിൽ ആണി അടിക്കപ്പെട്ടതായിട്ട് നിൽക്കുന്നു. ലോകത്തിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ലോകം എൻ്റെ മുമ്പിൽ കെട്ടപ്പെട്ടതായി നിൽക്കുന്നു. എന്തുകൊണ്ട്? എൻ്റെ പ്രശംസാ വിഷയം എൻ്റെ ശരീരത്തിൽ ഞാൻ ശ്രമിച്ചുണ്ടാക്കിയതല്ല. എൻ്റെ കുടുംബത്തിൽ പിറന്നതുകൊണ്ട്, യഹൂദൻ്റെ കുടുംബത്തിൽ പിറന്നുകൊണ്ട് എനിക്ക് കിട്ടിയതല്ല. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ എൻ്റെ പ്രശംസയ്ക്ക് കാരണമായ ഒരു ചൂടടയാളം എൻ്റെ ശരീരത്തിൽ കിട്ടിയിരിക്കുന്നു. ഈ അടയാളം കിട്ടിയ ഈ മിനിറ്റ് മുതൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി ആർക്കും ഒരു പ്രയാസവും എനിക്ക് വരുത്താൻ പറ്റുകയില്ല. പറഞ്ഞാട്ടെ എന്നോട് ചേർന്ന്, ഇനി ആർക്കും ഒരു പ്രയാസവും എനിക്ക് വരുത്താൻ പറ്റത്തില്ല. ഇന്നിവിടെ വന്നിരിക്കും
ഇരിക്കുന്ന മുഴുവൻ പേരോട് ഞാൻ പറയാം, നിങ്ങളുടെ കുടുംബ പേര് പറഞ്ഞാൽ ഉപദ്രവം ഉണ്ടാകാം. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടുപേര് പറഞ്ഞാൽ ഉപദ്രവം ഉണ്ടാകാം. നിങ്ങളുടെ കീശയിലെ കാശിൻ്റെ കണക്കെടുത്താൽ ഉപദ്രവം ഉണ്ടാകാം. പക്ഷെ ഒരുത്തനും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലുണ്ട്. ആ ലെവലിലേക്ക് കർത്താവ് പലരെയും വലിച്ചിറക്കുന്നു. ആ ലെവൽ ഇതാണ്, യേശുവിൻ്റെ ചൂടടയാളം. ഒന്ന് പറഞ്ഞേ, യേശുവിൻ്റെ ഇനി ആരും, വായിച്ചോ വാക്ക്, ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, എനിക്ക് പ്രയാസം വരുത്തരുത് എന്ന് വെച്ച് ഞാൻ യേശുവിന്റെ ചൂടടയാളം. അപ്പൊ ചൂടടയാളം വഹിച്ചതിന്റെ ഉദ്ദേശം എന്നാ? ഇനി ആരും ഒരു പ്രയാസം എനിക്ക് വരുത്തരുത്. ഒന്ന് പറഞ്ഞേ, ആർക്കും ഒരു പ്രയാസം ഇനി വരുത്താൻ പറ്റത്തില്ല. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് ധൈര്യപ്പെടുത്ത്, നിങ്ങൾക്ക് ഒരു പ്രയാസവും ഇനി ആർക്കും വരുത്താൻ പറ്റൂല. പറഞ്ഞേ 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 പറഞ്ഞേ. വലിയ പ്രയാസപ്പെട്ടായിരിക്കും ഇരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇരുന്നത് അതിലും വലിയ പ്രയാസമാകല്ലേ? ഒത്തിരി പ്രയാസപ്പെട്ടായിരിക്കും വന്നിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇരുന്നത് അതിലും വലിയ പ്രയാസമാകല്ലേ? ആ മുഖത്തോട് നോക്കിയിട്ട് നല്ലതായിട്ട് പല്ല് കാണിച്ചൊന്ന് ചിരിച്ചോണ്ട് പറ, ഒരുത്തനും ഒരു പ്രയാസവും നിനക്ക് വരുത്താൻ ഒക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം എതിരെ തിരിഞ്ഞാലും, ആരെല്ലാം വളഞ്ഞാലും, കൂട്ടത്തിൽ നിന്നവൻ കാല് വെട്ടിയാലും നീ ജയാളിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഇപ്പൊ വീഴുമെന്ന് പറഞ്ഞ് എല്ലാവരും നോക്കിയിരിക്കുമ്പോഴും നല്ലതായിട്ട് കരവടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. കാരണം നിനക്കറിയാം, ഒരു പ്രയാസവും ആർക്കും വരുത്താൻ നിനക്ക് പറ്റത്തില്ല. നിനക്കൊരു പ്രയാസവും വരുത്താൻ ആർക്കും പറ്റത്തില്ല. കാരണം യേശുവിൻ്റെ ചൂടടയാളം. ഇന്ന് ആ ഉറപ്പിൽ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. ഏതുറപ്പിലാണെന്നറിയോ? എൻ്റെ കർത്താവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ ഇരിക്കുന്നു. ഇതുള്ള എൻ്റെ മുമ്പിൽ ലോകം പ്രവർത്തനനിരതമല്ല, ക്രൂശിക്കപ്പെട്ടിരിക്കുക. പറഞ്ഞ്, ലോകം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ലോകത്തിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര പേർക്ക് തൻ്റെ ഇടപെടുന്നത് ഇത് പറയാം? ലോകത്തിന് എന്നെ ഉറക്കെ പറ, വായി തുറന്ന് പറ. യേശു ക്രിസ്തു മുഖാന്തരം. പറഞ്ഞേ, യേശു ക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും, യേശു ക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും, എല്ലായ്പ്പോഴും ഞാൻ പൂർണ്ണ ജയാളിയാ. ഉയരത്തിനോ, എന്നോട് ചേർന്ന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വാക്യം പറഞ്ഞു. ഉയരത്തിനോ, ആഴത്തിനോ, ഉയരത്തിനോ. പറഞ്ഞേ, മേളിന്നുള്ളതിനോ, താഴെന്നുള്ളതിനോ, ഇടത്തുനിന്നുള്ളതിനോ, വലത്തുനിന്നുള്ളതിനോ, മുമ്പിന്നുള്ളതിനോ, പുറകിന്നുള്ളതിനോ, മറ്റ് യാതൊരു സൃഷ്ടിക്കും എന്നെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം ഇതിനെ മുഴുവൻ ജയിച്ചവന്റെ അടയാളമാ എന്റെ ശരീരത്തിൽ ഇരിക്കുന്ന. ആർത്തു വിളിച്ച് കരമടിച്ച് യേശുവിന് നന്ദി പറഞ്ഞു. ഓ പ്രിയരെ, ആ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു, ആ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചൂടടയാളം ഇനി ഒരു പ്രയാസവും ആർക്കും വരുത്താൻ കഴിയാത്ത വിധത്തിൽ പലരുടെ മേലും അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്താൽ സ്വീകരിക്കുക. യേശു എന്നോട് പറയുന്നു, മന്ത്രവാദത്തിന് ഒരു ദോഷവും ഇനി നിനക്കെതിരെ ചെയ്യാൻ പറ്റുകയില്ല. ആഭിചാരത്തിന് ഒരു ദോഷവും നിനക്കെതിരെ ചെയ്യാൻ പറ്റുകയില്ല. ഇടവും വലവും ഉള്ളവും മുഴുവൻ ആഭിചാരം ചെയ്താലും നീ ഓരോ ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കും, 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 വർദ്ധിച്ചുകൊണ്ടിരിക്കും. വിളിച്ചു പറ, വിളിച്ചു പറ, വിളിച്ചു പറ. എന്നോട് ചേർന്ന് ഉറക്കെ പറ, വർദ്ധിച്ചുകൊണ്ടിരിക്കും, വർദ്ധിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയാ ഞാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം? എൻ്റെ മിടുക്കല്ല, എൻ്റെ പ്രശംസ ഞാൻ ശരീരത്തിൽ ചെയ്തതിലല്ല, അവൻ എൻ്റെ മേൽ വെച്ചതില്ല. I believe in the finished work of Jesus. യേശുവിന്റെ ക്രൂശിലായ എൻ്റെ പ്രശംസ. ക്രൂശിൽ എനിക്ക് വേണ്ടി യേശു സകലവും ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വിശ്വസിച്ചപ്പോ ഇതെന്റെ മേലൊരു മാർക്കാ, ഇതെന്റെ മേലൊരു അടയാളമാ. എവിടെ കൊണ്ടിട്ടാലും എനിക്ക് വ്യത്യസ്തത ഉണ്ടാകും. എൻ്റെ കഴിവല്ല, എൻ്റെ മേൽ വീണ അവന്റെ അടയാളമാ. ഓ, ഈ അടയാളം ഇന്ന് കർത്താവ് അടുപ്പിക്കുകയാണ്. ഈ അടയാളം വെച്ച് കർത്താവ് പലതിനെ ഇറക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളിന്ന് വന്നപ്പോൾ നിങ്ങളൊരു സാധാരണക്കാരനായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഓർക്കണം, ഒന്നിനും ഒരു പ്രയാസവും വരുത്താൻ പറ്റുകയില്ല. അപ്പുറത്തെ വീട്ടിൽ രോഗം വന്നേക്കാം, ഇപ്പുറത്തെ വീട്ടിൽ രോഗം വന്നേക്കാം. അത് നിന്നെ കയറി അറ്റാക്ക് ചെയ്യത്തില്ല. വായ്, എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യത്തില്ല? അവിടെ അടയാളമില്ല, ഇവിടെ അടയാളമുണ്ട്. നമുക്കോ ഇനി ആരും, come on people of God, ഇനി ആരും ഒരു പ്രയാസവും എനിക്ക് വരുത്തരുതെന്ന് വെച്ച് യേശുവിന്റെ ചൂടടയാളം ഞാൻ എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഹേ ലോകമേ, നിനക്കെന്നെ തൊടാനൊക്കത്തില്ല. Come on, come on, come on, come on. അപവാദത്തെ അതിജീവിക്കുന്ന ജീവൻ,
അപവാദങ്ങളെ അതിജീവിക്കുന്ന ജീവൻ, ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് മുന്നേറുന്ന ജീവൻ. ഓ ഹല്ലേലൂയ. അപമാനത്തെ അലക്ഷ്യമാക്കുന്ന ജീവൻ. ജോസ് ബ്രദറെ, പിശാചി ദിവസങ്ങളിൽ തപ്പിപ്പിടിക്കാൻ പോവാ വ്യക്തികളെ. കുറെ നാളായി ഇവനെ ഒന്ന് തകർക്കാൻ വേണ്ടി കൂടെ നടക്കുന്നു. പക്ഷെ ഇവന്റെ മേലുള്ള ഈ ചൂടടയാളം, അതൊരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. പ്രയാസം വരുത്താൻ വേണ്ടി അവന്റെ പുറകെ ഞാൻ നടക്കുന്നേ. എന്നതേലും ഒരു വഴിയുണ്ടോ എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുക. പക്ഷെ ഈ ചൂടടയാളമുള്ളവന് തൊടാൻ വ്യവസ്ഥയില്ല. വ്യവസ്ഥ പൊള്ളും 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 പൊള്ളും. എടുത്തേ 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 ഈ വചനത്തിന്റെ ജയത്തിലോട്ട് ഇറങ്ങിക്കേ. പുറമേ നീ ഒന്നും ചെയ്തിട്ടില്ല, പുറമേ നിനക്കൊരു പരിശോധനയില്ല, അഗ്രധർമ്മം നടത്തിയിട്ടില്ല, യഹൂദന്റെ പ്രശംസയാകുന്ന പരിശോധന നീ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് ഇത് കേൾക്കുന്ന ദൈവ പൈതലേ, പരിശോധനയുടെ വ്യത്യസ്തതയല്ല നിനക്ക്. ഒരുത്തനും ഒരു രോഗത്തിനും ഒരു ശാപത്തിനും ഒരു ദുഃഖത്തിനും ഒരു ഇരുട്ടിനും ഒരു മന്ത്രവാദത്തിനും ഒരു ആഭിചാരത്തിനും ഒരു പിശാചിന്റെ പ്രവൃത്തികൾക്കും ഹേയ് ഹേയ് എത്ര പേർ എന്നെ കേൾക്കുന്നു? നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം യേശുവിന്റെ ചൂടടയാളം, യേശുവിന്റെ ചൂടടയാളം, യേശുവിന്റെ ചൂടടയാളം, യേശുവിന്റെ ചൂടടയാളം. ഇതിനെ കേൾക്കുന്നവരെ ആയിരങ്ങളോട് ഒരുമിച്ച് ഇതേ കൃപയിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കോ. റൈറ്റ് ഹിയർ. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു പറയുന്നു, എന്റെ ചൂടടയാളം പലതിന്റെ മേലും വെക്കുകയാ. എന്റെ ചൂടടയാളം പലതിന്റെ മേലും വെക്കുകയാ. പലതിന്റെ മേലും എന്റെ ചൂടടയാളം ഞാൻ വെക്കുകയാ. എന്റെ ചൂടടയാളം ഞാൻ വെക്കുകയാ. പ്രയാസപ്പെട്ടത് മതി, പ്രയാസപ്പെട്ടത് മതി, പ്രയാസപ്പെട്ടത് മതി. ചൂടടയാളം വെച്ച്, ചൂടടയാളം വെച്ച്, ചൂടടയാളം വെച്ച്, ചൂടടയാളം വെച്ച്. ഇനി രോഗത്തിന് അഴിയുന്നു, 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 അഴിയുന്നു. പിടിക്കുവാൻ വെച്ച് അഴിയുന്നു, കെട്ടുകൾ പൊട്ടുന്നു. ഇനി ഭൂതങ്ങൾക്ക് 9 വർഷം, 9 വർഷം, 9 വർഷം ഇവളെ പ്രയാസപ്പെടുത്തിയ ദുരാത്മാവ് ഈ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു പോകുന്നു. ചൂടടയാളം വീണപ്പോ തന്നെ, ചൂട് കിട്ടിയപ്പോ തന്നെ. നിങ്ങൾക്ക് വചനം അറിയാമെങ്കിൽ അറിയാം. യേശു പറഞ്ഞ ഉപമ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഒരു വ്യക്തിയിൽ ഭൂതം ഇരിക്കുകയായിരുന്നു, ഒരു വ്യക്തി ഭൂതം ഇരിക്കുകയായിരുന്നു. എന്നാൽ ചൂട് തട്ടിയപ്പം തണുപ്പത്തിരുന്ന പിശാചിന് ഇരിക്കാൻ പറ്റിയില്ല. അവൻ പറഞ്ഞു, ഞാൻ വിട്ടുപോവാ, ഞാൻ വിട്ടുപോവാ. അത് തന്നെ ഇവിടെ സംഭവിക്കുന്നത്. പൊക്കിക്കതിനെ, പൊക്കിക്കതിനെ, പൊക്കിക്കതിനെ. ഓ രമഹസ്യാന്തര. ഇന്നു പകൽ യേശുവിന്റെ നാമത്തിൽ കൊല്ലം കുറയായി പാവത്തെ ബന്ധിച്ച്, കൊല്ലം കുറയായി പാവത്തെ ബന്ധിച്ച് അടിമനുഖത്തിലാക്കി, അടിമച്ചങ്ങലക്കകത്താക്കി. ഇറങ്ങാതെ, ഇറങ്ങാതെ. ഇവൾക്ക് മാത്രമല്ല, ഇന്നത് വിശ്വസിക്കുന്ന മുഴുവൻ പേരോട് യേശു പറയുന്നു, അവന്റെ ചൂടടയാളം. എന്നോട് ചേർന്ന് പറഞ്ഞു, അവന്റെ ചൂടടയാളം, അവന്റെ ചൂടടയാളം, യേശുവിന്റെ ചൂടടയാളം. പറയ്, യേശുവിന്റെ ചൂടടയാളം. ഇത് വീണവന്റെ പുറകെ, ഈ ചൂടടയാളം വീണവന്റെ പുറകെ വെറുതെ മെനക്കെട്ട് നടക്കാന്നേ ഉള്ളൂ. അവൻ ഒരു ദോഷവും വരുത്താൻ, അവൻ ഒരു ദോഷവും വരുത്താൻ ഒന്നിനും കഴിയുകയില്ല. കാരണം അവനിൽ ഈ ചൂടടയാളം എന്നും ചൂടായിട്ട് തന്നെ ഇരിക്കയാ. ഒരു ദോഷവും വരുത്താൻ, പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, ഒരു ദോഷവും വരുത്താൻ, ഒരു ദോഷവും വരുത്താൻ. ഏതെങ്കിലും ദോഷങ്ങളുടെ ഭയങ്ങൾ പിടിച്ചു ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ കൊടഞ്ഞുകളാ. അഭിഷേകത്തിൽ നിറഞ്ഞു പറ, ഒരു ദോഷവും വരുത്താൻ. പറഞ്ഞേ, എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയാളിയെ പോലെ, ജയാളിയെ പോലെ, ജയാളിയെ പോലെ, ജയാളിയെ പോലെ നീ ജീവിക്കാൻ കാര്യം നീ ചെയ്തതല്ല, നിങ്ങൾ ചെയ്തതല്ല. യേശുവിന്റെ ചൂടടയാളം, യേശുവിന്റെ ചൂടടയാളം. ബന്ധക്കാരോട് പറ,
സ്വന്തക്കാരോട് പറ, ഉപേക്ഷിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന മുഴുവൻ പേരോട് പറ. വലിയ കാര്യമായി പോയി. ആ ചൂടുമഴയാണ് വിശ്വസിക്കുന്ന പലതിന്റെ പേര് പതിച്ചോണ്ടിരിക്കുന്നു. ഒരു ദോഷവും നിനക്ക് വരത്തില്ല. മതിയെന്ന് പറയുന്നവരെ നീ അനുഗ്രഹിക്കപ്പെടും. വലുതാകുക തന്നെ ചെയ്യും. നീ നിന്റെ ഉദരത്തിലെ കുഞ്ഞും അനുഗ്രഹിക്കപ്പെടും. ഓ, എന്നാ കാര്യം? അവന്റെ ചൂടടയാളം പറഞ്ഞ, അവന്റെ ചൂടടയാളം, യേശുവിന്റെ ചൂടടയാളം. പറ 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 പറ. അത് പറഞ്ഞുകൊണ്ട് കരമടിച്ച് കർത്താവിന് നന്ദി പറ. യേശുവിന്റെ ചൂടടയാളം എല്ലായിടത്തും. Wherever you go, എവിടൊക്കെ നീ പോയാലും, എവിടൊക്കെ നീ പോയാലും, എന്തൊക്കെ നീ ചെയ്താലും, എവിടൊക്കെ നീ പോയാലും, എന്തൊക്കെ നീ ചെയ്താലും, ഈ ചൂടടയാളം ഉണ്ടോ? നീ ജയാളിയാ, നീ ജയാളിയാ. ഇത് ജയാളിയുടെ മാർക്കാ, ഇത് ജയാളികളുടെ അടയാളമാ. ഓ, ഇന്ന് പകൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആരെയൊക്കെയോ സീല് വെച്ച് മാറ്റി നിർത്തുന്നു, അടയാളം വെച്ച് മാറ്റി നിർത്തുന്നു. തൊട്ടുപോകരുത് അവനെ, തൊട്ടുപോകരുത് അവളെ. ഓ ഓ ഓ, yes, 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 yes. ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്ക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യഹൂദൻ ഉടമ്പടി കൊടുക്കുമ്പോ, നിങ്ങളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്, യഹൂദൻ ഉടമ്പടി കൊടുക്കുമ്പോ എത്ര ജാതികളുടെ ഇടയിൽ നിൽക്കുമ്പോഴും, ആരുടെ ഇടയിൽ നിൽക്കുമ്പോഴും അവന്റെ പ്രശംസാ വിഷയമായിരുന്നു, ഞാൻ പരിശോധനയേറ്റവനാ, ഞാൻ പരിശോധനയേറ്റവനാ. പരിശോധന എന്നത് യഹൂദന്റെ പ്രശംസാ വിഷയമായിരുന്നു. എന്നാൽ നമുക്ക് ഇങ്ങോട്ട് വരുമ്പം പ്രശംസിക്കാൻ പരിശോധനയില്ല. കാരണം ക്രിസ്തുവിൽ പരിശോധനയ്ക്ക് അർത്ഥമില്ല. ക്രിസ്തുവിൽ പരിശോധന കഴിക്കുന്നതിലല്ല കാര്യം, പുതിയ സൃഷ്ടിയാകുന്നതിലാ കാര്യം. അതുകൊണ്ട് തന്നെ യേശു എന്ത് ചെയ്യുന്നറിയാമോ? പരിശോധന എന്ന കൽപ്പന ഇടാതെ എന്നെയും നിങ്ങളെയും പുതിയ സൃഷ്ടിയാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ഈ മാർക്കിന്റെ, അടയാളത്തിന്റെ രഹസ്യം എന്ന് പറയാം. അത് പറഞ്ഞാൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടയാളത്തിന്റെ രഹസ്യം പറയാം. പണ്ട് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഒരു ചരിത്രമുണ്ട്. അവർ പുറപ്പെടുന്ന സമയത്ത് അവിടെ സംഹാരകൻ, കൊല്ലുന്നവൻ, യഹോവയായ ദൈവം തന്നെയാ ക്രോധ ദിവസത്തിൽ അവിടെ പ്രതികാരകനായി വെളിപ്പെട്ടത്. കൊല്ലുന്നവൻ എല്ലാ വീട്ടിലും കയറി കൊലപാതകം നടത്തി. എല്ലാ വീട്ടിലെ ആൺസന്തതികൾ, ആദിജാതന്മാർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെടൽ ഇങ്ങനെ തുടർമാനമായിട്ട് നടന്നപ്പോ നിങ്ങൾക്കറിയാമോ, സംഹാരകനായ ദൈവം തന്നെ അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങളൊരു ആടിനെ അറുത്തിട്ട് ആ ആടിന്റെ രക്തം നിങ്ങളുടെ വീടിന്റെ കട്ടളയുടെ പടിമേലും കുറുമ്പടിമേലും പുരട്ടിയാൽ ആ പുരട്ടിയ നിമിത്തം സംഹാരകൻ നിങ്ങളെ തൊടത്തില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, നിങ്ങൾക്കൊരു പ്രയാസവും വരത്തില്ല. ആടിന്റെ രക്തം കട്ടടപ്പടിമേൽ പുരട്ടിയാൽ നിങ്ങൾക്ക് ഒരു പ്രയാസവും വരത്തില്ല. ഓക്കെ, ഇനി അവിടെ നേരെ ഇങ്ങോട്ട് വാ. ഒരു പ്രയാസവും ആരും എനിക്ക് വരുത്തരുതെന്ന് വെച്ച് യേശുവിൻ്റെ ചൂടടയാളം ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം? അന്ന് കട്ടളപ്പടിമേൽ അടയാളം ഉണ്ടായിരുന്നപ്പം വീടിനകത്ത് കൊല്ലുന്നവൻ കയറിയില്ലെങ്കിൽ ഇന്ന് എൻ്റെ ശരീരത്തെ എടുക്ക വാക്യത്തെ. ഇന്ന് എൻ്റെ ശരീരത്തിൽ ഞാൻ എൻ്റെ ശരീരത്തിൽ ഞാൻ ഒരു ചൂടടയാളം വഹിക്കുന്നു. ഈ ചൂടടയാളം ഉള്ളവനെ ഒന്നിനും പ്രയാസപ്പെടുത്താൻ പറ്റുകയില്ല.
ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തന്നെ ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തന്നെ സ്വർഗകാലം നാട്ടിലാക്കുക പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി വേഗം വരാം എന്നുരക്ഷിച്ചാളയം തീർത്ഥാടകയെ വേഗം വരാം എന്നുരക്ഷിച്ചാളയം ഒരു പ്രയാസവും നിനക്ക് വരുത്താൻ പറ്റില്ലാത്ത ഒരു മേഖലയിലേക്ക് നിന്നെ യേശു കൊണ്ടുപോകുന്നതാ പൊന്നുമോനെ. ഒരു പ്രയാസവും ഒന്നിനും നിന്റെ മേൽ വരുത്താൻ പറ്റാത്ത മേഖലയിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടുപോകുന്നു. സ്വീകരിച്ചോ. ഇവന്റെ മേലേക്ക് കൃപ ഇറങ്ങുന്നു. ഇവന്റെ മേൽ മാത്രമല്ല, വിശ്വസിക്കുന്ന പലരെയും കർത്താവ് നിർത്തിയിട്ട് പറയുന്നു, ഇന്ന് നീ തോറ്റ ആ ചുറ്റുപാടിലേക്ക് ചെന്നൊരു വെല്ലുവിളിക്ക് തൻ്റെ ഇടത്തോടെ നില്ല. അവിടെ നീ പറഞ്ഞ് നെഞ്ചു നെറ്റിയും പിരിച്ച് അങ്ങോട്ട് നില്ല, അങ്ങോട്ട് നില്ല, പക്ഷേ അങ്ങോട്ട് നില്ല്. പറ്റേ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇനി പറഞ്ഞേ, ഇനി ആ വാക്യം ഒന്ന് വായിക്കാൻ പറഞ്ഞേ. ഇനി ആരും ഒരു പ്രയാസവും എനിക്ക് വരുത്തരുതെന്ന് വെച്ച് യേശുവിന്റെ ചൂടടയാളം ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഹല്ലേലൂയ. ആ റേഞ്ചിലേക്ക് നിന്നെ കർത്താവ് എടുത്തിട്ടിരിക്കുക കേട്ടോ. അവന്റെ കൃപ ഇന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ഒരുത്തർക്ക് ഒരു പ്രയാസവും വരുത്താത്ത തലത്തിലേക്ക് കയറാൻ? നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെയാണ്. ഇനി ആകാൻ വേണ്ടി ആഗ്രഹിക്കുകയല്ല, ആയതുകൊണ്ട് നന്ദി പറഞ്ഞേ. ആ കരം രണ്ടും ഒന്ന് ഉയർത്തുകേ, കരം രണ്ടും ഒന്ന് ഉയർത്തുകേ, കരം രണ്ടും ഒന്ന് ഉയർത്തുകേ. എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. പിതാവേ, ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരവും ഉയർത്തി ഞങ്ങളുടെ പരാജയം ഞങ്ങൾ സമ്മതിക്കുന്നു നാഥ. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ വിശ്വാസത്താൽ സ്വീകരിക്കുന്നു, അങ്ങയുടെ ചൂടടയാളം ഞങ്ങളുടെ മേലൊന്ന് വീണാൽ. ആ കരം രണ്ട് ഉയർത്തി വിശ്വാസത്താൽ അത് സ്വീകരിച്ചു. അങ്ങയുടെ ചൂടടയാളം ഞങ്ങളുടെ ശരീരത്തിലൊന്ന് വീണാൽ ഇവിടം കൊണ്ടൊന്നും കാര്യം നിൽക്കത്തില്ല, ഇവിടം കൊണ്ടൊന്നും കാര്യം നിൽക്കത്തില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്ന് വിശ്വാസത്താൽ യേശുവിന്റെ ചൂടടയാളം ഞങ്ങളുടെ മേൽ വെച്ചതിന് നന്ദി രാജാവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ, ഓ നന്ദി യേശുവേ. ഒരുത്തർക്ക് ഒരു പ്രയാസവും വരുത്താൻ പറ്റാത്ത ആ റേഞ്ചിലേക്ക് ഞങ്ങൾ വിശ്വാസത്താൽ കരം ഉയർത്തി വീശിക്കൊണ്ട് പ്രവേശിക്കുന്നു, കരം ഉയർത്തി വീശിക്കൊണ്ട് പ്രവേശിക്കുന്നു. അതിലേക്ക് ഞങ്ങൾ കേറുന്നു. അതങ്ങനെ ആയിത്തീർന്നതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.